നമസ്കാരം, എല്ലാവർക്കും പണ്ടൊരു മിത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചൈനീസ് മിത്താണ്, ദ ബട്ടർഫ്ലൈ ലവേഴ്സ്. പണ്ട് ഒരു 1500-600 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ പേരാണ് സു യിങ്തായ്. വളരെ സമ്പന്നമായ പ്രമുഖമായ സു കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ ഒറ്റ മകളായിട്ടാണ് യിങ്തായ് ജനിച്ചത്. ചെറുപ്പത്തിൽ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും ഒക്കെയാണ് അവർ യിങ്തായിയെ വളർത്തിയതും. അവൾക്ക് പുസ്തകങ്ങളോടും അറിവുകൾ നേടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറുതിൽ തന്നെ. ഈ ഇഷ്ടം അവൾ വളർന്നു വന്നപ്പോഴും അവളോടൊപ്പം തന്നെ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ചൈനയിലെ പ്രമുഖ അക്കാഡമിയായ യൂണിവേഴ്സിറ്റിയായ ഹാൻഷോയിൽ പോയി പഠിക്കാനായിട്ട് അവൾക്ക് ആഗ്രഹമുണ്ടാവും. എന്നാൽ ആ കാലഘട്ടത്തിൽ, ഇത് ഈസ്റ്റേൺ ജിൻ ഡൈനാസ്റ്റി കാലഘട്ടമാണ്, ആ സമയത്ത് സ്ത്രീകൾക്ക് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി ഉപരിപഠനം നടത്താനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അവൾ അച്ഛനോട് പോയിട്ട് തൻ്റെ ആഗ്രഹം പറയും. കാര്യം മകളോട് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അങ്ങനെ അത്ര മോഡേൺ ആയിട്ടുള്ളൊരു അച്ഛനൊന്നും അല്ലായിരുന്നു. അച്ഛൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു തവണ നോ കേട്ടതുകൊണ്ട് എന്നാൽ ഇനി വിട്ടേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളുമല്ല നമ്മുടെ യിങ്തായ്. അവൾ പലതവണ വീണ്ടും വീണ്ടും ചോദിക്കും. എന്നാൽ ഓരോ തവണയും കിട്ടുന്നത് ഒരേ മറുപടിയാണ്, നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ കൈ പ്രയോഗം പോലെ അവളൊരു കാര്യം ചെയ്യും. സ്വന്തം മുടിയൊക്കെ മുറിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ വേഷമൊക്കെ സംഘടിപ്പിച്ച് ശബ്ദമൊക്കെ ഒന്ന് കനപ്പിച്ച് ഒരു യുവ പണ്ഡിതൻ്റെ വേഷത്തിൽ അച്ഛൻ്റെ മുന്നിൽ പോയി അങ്ങ് നിൽക്കും. എന്നിട്ട് ചോദിക്കും, ഇനി പോട്ടേന്ന്. കാര്യം അച്ഛനാദ്യം മകളെ മനസ്സിലാവില്ല. മനസ്സിലാവുമ്പോൾ പിന്നെന്ത് തോന്നും? ദേഷ്യം തോന്നും. പക്ഷെ അതും കഴിയുമ്പോൾ അച്ഛൻ ആലോചിക്കും, മകൾക്ക് എന്തോരം താല്പര്യം ഉണ്ടായിട്ടാവണം ഇത്രയൊക്കെ ചെയ്തതെന്ന്. അങ്ങനെ അദ്ദേഹം സമ്മതം കൊടുക്കും. എന്നിട്ട് പറയും, നീ പൊയ്ക്കോളൂ, പക്ഷേ നീ ഒരു പെൺകുട്ടിയാണെന്നുള്ളത് ആരും അറിയരുത്. മാത്രമല്ല, ഞങ്ങളെപ്പോൾ നിന്നെ തിരിച്ചു വിളിക്കുന്നോ അപ്പോൾ നീ തിരിച്ചു വരണം. എല്ലാത്തിനും യിങ്തായ് സമ്മതം മൂളും. കാരണം വിടുന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരാളോട് ഇത്രയും കണ്ടീഷൻസൊക്കെ ഉണ്ട്, എന്നാൽ നീ പൊക്കോന്ന് പറഞ്ഞാലും അവരൊക്കെ പറയുള്ളൂ. അങ്ങനെ പിറ്റേന്ന് തന്നെ യിങ്തായ് യാത്രയാവും. ഇനിയിപ്പോൾ കൂടുതൽ നേരം കറങ്ങി തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സെങ്ങാനും മാറിയാലോ അല്ലേ. അങ്ങനെ യാത്രയ്ക്കിടയിൽ ഒരിടത്ത് വിശ്രമിക്കാനായിട്ട്, ഒരു സത്രത്തിൽ വിശ്രമിക്കാൻ കയറുന്ന യിങ്തായ് അവിടുന്ന് ഒരാളെ പരിചയപ്പെടും. അതാണ് ലിയാങ് ഷാൻബോ. ഷാൻബോയും എവിടെ പോവുകയാണ്? ഹാൻഷോയിൽ പഠിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു യിങ്തായ് അത്യാവശ്യം സമ്പന്നമായൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നമ്മുടെ ഷാൻബോ ഒരിടത്തരം കുടുംബത്തിലെ ഒരു സാധാരണ പയ്യനാണ്. പക്ഷേ വളരെ ബ്രില്യൻ്റാണ്. ആളുകളോടൊക്കെ വളരെ നന്നായിട്ട് പെരുമാറുന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങും. രണ്ടുപേരും ഹാൻഷോയിൽ പോവാന്നറിയും. അവരുടെ പഠിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഒക്കെ അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും അവർ സംസാരിക്കും. ഈ സംസാരങ്ങൾക്കിടയിൽ അവർക്കിടയിലൊരു സൗഹൃദം ഉണ്ടായി വരും. തുടർന്ന് ഹാൻഷോയിലേക്കുള്ള യാത്രയും ഇവരൊരുമിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും ഒരുപാട് സംസാരങ്ങളും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കും. അങ്ങനെ അക്കാഡമി എത്തുമ്പോഴേക്കും അവർ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ടാവും. പിന്നീട് ഒരു 3 വർഷത്തോളം യിങ്തായ് ഈ അക്കാഡമിയിലുണ്ട്. ആ സമയത്തൊക്കെ ഷാൻബോയാണ് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവർ ഉറ്റ ചങ്ങാതിമാരായിട്ട് ആ കാലഘട്ടത്തിൽ മാറും. ഒരു സ്വോൺ ബ്രദേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ അക്കാഡമിയിലുള്ള ബാക്കിയുള്ളവരും ഇവരെ കാണാൻ തുടങ്ങും. എന്നാൽ ഈ കാലഘട്ടത്തിനിടക്ക് യിങ്തായ്ക്ക് വളരെ കലശലായൊരു പ്രേമം നമ്മുടെ ഷാൻബോയോട് തോന്നുന്നുണ്ട്. എന്നാൽ ഇവൾക്കിത് പറയാൻ പറ്റില്ല. കാരണം ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു അക്കാഡമിയിൽ പെൺകുട്ടിയായ നമ്മുടെ യിങ്തായ് ആൺവേഷം കെട്ടി വന്നിരിക്കുകയാണ്. അവിടെ പോയി പെൺകുട്ടിയാണ് താനെന്നുള്ളൊരു രഹസ്യം ഇത്രയും വിശ്വാസമുള്ള ഷാൻബോയോടാണെങ്കിൽ പോലും പറയാൻ അവൾക്കൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറയില്ല. അത് പറയാതെ തൻ്റെ പ്രണയം പറയാനൊരു വഴിയും അവൾ കാണുന്നുമില്ല. അങ്ങനെ 3 വർഷം കടന്നുപോകും. 3 വർഷങ്ങൾക്ക് ശേഷം യിങ്തായ്ക്ക് നാട്ടിൽ നിന്ന് അച്ഛൻ്റെ ഒരു കത്ത് വരും. അമ്മയ്ക്ക് തീരെ സുഖമില്ല, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. യിങ്തായ്ക്ക് വളരെ വിഷമമാകും. അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നറിയില്ല, അമ്മ ചെല്ലുമ്പോഴേക്കും ഓക്കെ ആയിരിക്കുമോ, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് യിങ്തായ്. എന്നാൽ അത് കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻബോയെ പിന്നെ ഉടനെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ്.
അവനിപ്പോഴും അറിയില്ല തനിക്ക് അവനോട് പ്രണയമുണ്ടെന്നുള്ളത്. അത് പറയാതെ പോകുന്ന ഓർക്കുമ്പോഴും അവൾക്ക് വിഷമമാണ്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഷാൻബോയ് ഇങ്തായോട് ഇങ്ങോട്ട് വന്ന് പറയുന്നത്, നീ ഒറ്റയ്ക്ക് ഫുള്ള് പോകണ്ട, കുറച്ച് ദൂരം ഞാനും നിൻ്റെ കൂടെ വരാം. അങ്ങനെ ഷാൻബോ തൻ്റെ ചങ്ങാതിക്കൊപ്പം യാത്രയാവും അക്കാഡമിയിൽ നിന്ന്. അവരൊരുമിച്ച് എത്ര ദൂരം നടക്കുമെന്നറിയാവോ? അവരൊരുമിച്ച് ഒരു 18 മൈലുകൾ നടക്കും. അതിന് പറയുന്നത് 18 മൈൽ ഫെയർവെൽ എന്നാണ്. ഈ 18 മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 28 കിലോമീറ്ററോളം വരും. അങ്ങനെ ഇത്രയും ദൂരം ഒരുമിച്ച് ഇവർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇവർ അക്കാഡമിയിലല്ലല്ലോ, അപ്പോൾ ഈ സമയത്ത് ഷാൻബോയോട് തൻ്റെ ഐഡൻറ്റിറ്റിയും താനൊരു പെൺകുട്ടിയാണെന്നുള്ളതും തനിക്ക് ഷാൻബോയോട് അഗാധമായ പ്രണയമാണെന്നുള്ളതൊക്കെ പറയാൻ ഇങ്തായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നേരിട്ടല്ലാത്ത ഏത് രീതിയിൽ പറഞ്ഞിട്ടും ഷാൻബോയ്ക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വഴിയരികിൽ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ 2 താറാവുകൾ, മാൻഡറിൻ താറാവുകൾ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. ചൈനീസ് വിശ്വാസപ്രകാരം മാൻഡറിൻ താറാവുകളെന്ന് പറഞ്ഞാൽ അനശ്വരമായ ഏറ്റവും പവിത്രമായ പ്രണയത്തിൻ്റെ സിമ്പലാണ്. അവർ മീറ്റിംഗ് ഫോർ ലൈഫ്, അതായത് ഒരു ജീവിത കാലഘട്ടത്തിൽ ഒറ്റ ഇണയേ ഉണ്ടാകുള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മാൻഡറിൻ ഡക്കുകൾക്ക്. അപ്പോൾ ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്തായ് ഷാൻബോയോട് പറയും, അത് അങ്ങോട്ട് നോക്കൂ, ആ മാൻഡറിൻ താറാവുകളെ നോക്കൂ, അവ നമ്മളെപ്പോലെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വളരെ നിഷ്കളങ്കനായ ഷാൻബോ പറയും, അതെ, അവർ നമ്മളെപ്പോലെ 2 അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഈ ഷാൻബോയോട് ഇനി എന്ത് പറയാനല്ലേ. ഇങ്തായ് പിന്നീട് കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴികളൊക്കെ ഒന്ന് ഉപേക്ഷിക്കും. എന്നിട്ട് മിണ്ടാതെ കുറച്ച് ദൂരം കൂടി അങ്ങ് നടന്നു കഴിയുമ്പോഴേക്കും ഇവർ ഏകദേശം പിരിയേണ്ട സ്ഥലമാകും. കാരണം ഇനി അങ്ങോട്ട് ഇങ്തായ് തനിയാണ് പോകേണ്ടത്, ഷാൻബോ തിരിച്ച് അക്കാഡമിയിലേക്ക് പോകണം. അങ്ങനെ എത്തുമ്പോഴേക്കും ഇങ്തായ് ഷാൻബോയോട് പറയും, എനിക്ക് ഒരു ഇരട്ട സഹോദരിയുണ്ട്, അവൾ എന്നെപ്പോലെയാണ് കാണാൻ, അവൾക്ക് ഫിലോസഫിയിലും കവിതയിലും ഒക്കെ എന്നെപ്പോലെ തന്നെ താല്പര്യമുണ്ട്. നീ ഒരു 7 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരുവാണെങ്കിൽ നിനക്ക് അവളെ ഞാൻ വിവാഹം ചെയ്തു തരാം. ഇത്രയും പറഞ്ഞിട്ട് ഇങ്തായ് ഷാൻബോയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് യാത്രയാവും. ഷാൻബോ തിരിച്ച് അക്കാഡമിയിലേക്കും പോകും. ഈ തിരിച്ച് ചെല്ലുന്ന വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുന്ന ഇങ്തായിയെ കാത്തു നിൽക്കുന്നത് വയ്യാതിരിക്കുന്ന അമ്മയല്ല, മറിച്ച് ഓൾറെഡി മകളുടെ വിവാഹമൊക്കെ തീരുമാനിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയ അച്ഛനമ്മമാരാണ്. ഇങ്തായിയുടെ വിവാഹം ആ നാട്ടിലെ ഒരു പ്രമുഖ ലോക്കൽ മജിസ്ട്രേറ്റിൻ്റെ മകനായ മാ വെൻകായിയോട് അവർ ഓൾറെഡി വാക്ക് പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞ്. അപ്പോൾ അത് നടത്താനായിട്ടാണ് അമ്മയ്ക്ക് വയ്യ എന്നും പറഞ്ഞിട്ട് ഇങ്തായിയെ തിരിച്ചു വിളിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഇങ്തായിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 1500-600 വർഷം മുമ്പുള്ള ചൈനയാണ്, അതായത് ഈസ്റ്റേൺ ജിൻ ഡൈനാസ്റ്റി പീരീഡിലെ ചൈന. ആ കാലഘട്ടത്തിൽ അച്ഛനൊരു വാക്ക് കൊടുത്താൽ, പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിലൊക്കെ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഇങ്തായ് വളരെ വിഷമത്തോടെ ഇനിയിപ്പോൾ ഒരിക്കലും ഷാൻബോനെ കാണാൻ പോലും പറ്റില്ല എന്ന തിരിച്ചറിവോടെ അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം അക്കാഡമിയിൽ തിരിച്ചെത്തിയ ഷാൻബോ തൻ്റെ കൂട്ടുകാരനെ മിസ് ചെയ്തു തുടങ്ങും. മാത്രമല്ല, അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അതും അത്ര മോശമല്ലാത്തൊരു ഐഡിയയാണ്. അങ്ങനെ എന്തായാലും ഇങ്തായിയെ കാണാനായിട്ട് ഷാൻബോ തിരിച്ച് യാത്രയാവും. ഷാൻബോ ഇങ്തായുടെ വീട്ടിലെത്തുമ്പോഴുണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് ഇങ്തായ് നിൽക്കുന്നു. ഇങ്തായിയുടെ ഇരട്ട സഹോദരിയല്ല ഇങ്തായി. ഇങ്തായിക്ക് അങ്ങനെ ഒരു ഇരട്ട സഹോദരിയേ ഇല്ല. തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന ഇങ്തായി ഒരു പെൺകുട്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഷാൻബോയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും. അത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ ഇത്രയും നാൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴും ജീവിച്ചപ്പോഴും അക്കാഡമിയിൽ ഇവൻ പലതവണയായിട്ട് തന്നോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഷാൻബോയുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവന് മനസ്സിലാവും, ഇതാണ് ഇങ്തായ് തന്നോട് പറയാൻ ശ്രമിച്ചത്. ഇങ്തായ്ക്ക് തന്നോടൊരു പ്രണയമുണ്ട്. അത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ ഷാൻബോയ്ക്കും ഇങ്തായിയോടൊരു ശക്തമായ സ്നേഹം, ഒരു പ്രണയമൊക്കെ തോന്നും. എന്നാൽ ഷാൻബോ പ്രതീക്ഷിക്കുന്ന ഇങ്തായ് വളരെ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നതാണ്. എന്നാൽ കാണുന്നത് നിറ കണ്ണുകളോടെ തന്നെ നോക്കുന്ന ഇങ്തായിയാണ്. അവൾ പറയും, നമ്മുടെ പ്രണയം സത്യമാണ്, എന്നാൽ ഈ സമൂഹം നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ ഓൾറെഡി
മറ്റൊരാളുമായിട്ട് എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഷാൻബോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും തകർന്നു പോകും. പക്ഷെ അവനറിയാം യിങ്തായിക്കോ തനിക്കോ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. വെൻകായുടെ കുടുംബത്തോടോ സൂ കുടുംബത്തോടോ ഒന്നും മല്ലിട്ട് യിങ്തായെ സ്വന്തമാക്കാൻ മാത്രമുള്ളൊരു പവറുള്ള ഒരാളല്ല ഷാൻബോ. ഞാൻ പറഞ്ഞല്ലോ, ഷാൻബോ ഒരു ഇടത്തരം കുടുംബത്തിലെ പയ്യനാണ്. അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവൻ വിഷമത്തോടെ നിറ കണ്ണുകളോടെ അവർ പരസ്പരം യാത്ര പറഞ്ഞ് പോകും. ഷാൻബോ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകും. അധികം വൈകാതെ ഷാൻബോയ്ക്ക് അസുഖങ്ങൾ പിടിപെടും. മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെയും മരുന്ന് കഴിക്കാതെയൊക്കെ ഇതങ്ങ് കലശലായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഷാൻബോ മരണപ്പെടും. എന്തായി ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അവൾക്കൊന്നും ചെയ്യാനാവുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വിവാഹ ദിവസമാവും. അച്ഛനമ്മമാരോട് ഒറ്റ നിബന്ധനയാണ് യിങ്തായി വെക്കുന്നത്: ഞാൻ വിവാഹം കഴിക്കാം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ വിവാഹ ഘോഷയാത്ര, വെഡ്ഡിങ് പ്രൊസഷൻ ഉണ്ടല്ലോ, അതായത് ധൂൻ്റെ വീട്ടിൽ നിന്ന് വരൻ്റെ വീട്ടിലേക്ക് ഇവർ വിവാഹം കഴിഞ്ഞ് പോകുന്ന ചടങ്ങ്, ഇത് പോകുന്നത് ഷാൻബോയുടെ കല്ലറയുടെ അടുത്തുകൂടെ ആയിരിക്കണം. വെങ്കായുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഷാൻബോയുടെ ശവക്കല്ലറ ഉള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം, അവനൊന്ന് അവസാനമായി കാണാനുള്ള അനുവാദം തനിക്ക് തരണം. അതിനെത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇത് കേൾക്കുമ്പോൾ അച്ഛനമ്മമാർ സമ്മതിക്കും. അങ്ങനെ യിങ്തായുടെ വീട്ടിൽ നിന്ന് പ്രൊസഷൻ പോവുകയാണ്. ഇവരിങ്ങനെ നടന്ന് ഷാൻബോയുടെ കല്ലറയുടെ അടുത്തെത്തും. അപ്പോഴേക്കും അതിശക്തമായ കാറ്റ് വീശും. കാർമേഘങ്ങൾ കൊണ്ട് ആകാശം മൂടിയിട്ട് സൂര്യനെ കാണാനുണ്ടാവില്ല. പ്രകൃതി ആകെ ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് പോകും. എല്ലാവരും പരിഭ്രമിച്ച് എന്താണെന്നറിയാതെ നോക്കി നിൽക്കുമ്പോൾ ഈ യിങ്തായി പതുക്കെ ഷാൻബോയുടെ കല്ലറയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അവിടെ മുട്ടുകുത്തിയിരുന്ന് വിലപിക്കും. ആ സമയം ഈ കല്ലറ രണ്ടായിട്ട് പിളർന്ന് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ആഴത്തിലേക്ക് യിങ്തായി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എടുത്ത് ചാടും. ഇവൾ ചാടുന്ന നിമിഷം വീണ്ടും ആ കല്ലറ അടഞ്ഞ് പഴയതുപോലെയാവും. കാറ്റ് നിലയ്ക്കും, കാർമേഘങ്ങളൊക്കെ മാറി ആകാശം വീണ്ടും ക്ലിയർ ആവും. എന്താണെന്ന് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ യിങ്തായിയുടെ അച്ഛനമ്മമാരും മാവിൻകായും ബാക്കി പ്രൊസഷനിലുണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് വിഷമിച്ച് നിൽക്കും. അവരങ്ങനെ നോക്കി നിൽക്കെ ഈ കല്ലറയുടെ വിടവിൽ നിന്നും ഒരു ചിത്രശലഭം പുറത്തു വരും. അതിന് പുറകെ മറ്റൊരു ചിത്രശലഭം കൂടി പുറത്തു വരും. ഇവ പരസ്പരം ചിറകിട്ടടിച്ച് ചുറ്റിപ്പറക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് മെല്ലെ ചിറകടിച്ച് ആകാശത്തേക്ക് ഉയരും. മനുഷ്യരായിട്ടൊരുമിക്കാൻ സാധിക്കാതിരുന്ന സൂ യിങ്തായിയും ലിയാങ് ഷാൻബോയും ചിത്രശലഭങ്ങളായിട്ട് ഒന്നിച്ചു എന്നതാണ് വിശ്വാസം. ഇതാണ് ദ ബട്ടർഫ്ലൈ ലവേഴ്സിൻ്റെ കഥ. ഇപ്പോഴും ചൈനയിൽ 2 ചിത്രശലഭങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അവരാലോചിക്കുന്നത്, അവർ ഓർക്കുന്നത് ലിയാങ് ഷാൻബോയെയും സൂ യിങ്തായിയെയും ആണ്. താങ്ക് യു.